ജയനമ്മ കൊലപാതകത്തിൽ പ്രതി സെബാസ്റ്റ്യനെ ചേർത്തല പള്ളിപ്പുറത്ത് വീട്ടിലെത്തിച്ചുള്ള തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. VS അനുരാഗ് ഉണ്ട് അവിടെ നിന്നും. അനുരാഗ്, തെളിവെടുപ്പ് ആരംഭിച്ചിട്ടുണ്ടോ? എങ്ങനെയൊക്കെയാണ് അത് പുരോഗമിക്കുന്നത്? സമീപത്ത് നാട്ടുകാർ എത്തിച്ചേർന്നിട്ടുണ്ടോ? അവരെന്തെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഡിസംബർ 23 കാണാതായ ജൈനമ്മയെക്കുറിച്ചുള്ള പരാതികൾ ലഭിക്കുന്നത് വലിയ ആൾക്കൂട്ടം തന്നെ ഈ പരിസരത്ത് ഉണ്ട്. അവരിലേക്ക് നമുക്ക് ഇപ്പോൾ പോകാൻ കഴിയില്ല. കാരണം ഈ പോലീസ് കൃത്യമായി മറച്ചു വെച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്ക് കടക്കാതിരിക്കാനുള്ള ഡു നോട്ട് ക്രോസ് ലേബലൊക്കെ കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കയറി ദൃശ്യങ്ങൾ എടുക്കാനും അല്ലെങ്കിൽ പ്രതികരണം എടുക്കാനും ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും നാട്ടുകാർ ഇതുവരെയും അല്ലെങ്കിൽ ബിന്ദു പത്മനാഭൻ കേസിൽ ഈ ആരോപണ വിധേയനായിരുന്ന ഘട്ടത്തിലും പലരും ഇവിടെ സെബാസ്റ്റ്യനെ കണ്ടിട്ടുണ്ട്. ആ സമയത്തൊക്കെ സെബാസ്റ്റ്യനോട് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുമോ എന്നുള്ളതാണ് ഈ സെബാസ്റ്റ്യൻ ഇവരോടൊക്കെ ചോദിച്ച തിരിച്ചുള്ള മറുപടി. ആ സെബാസ്റ്റ്യനാണ് ഇപ്പോൾ ഒരു കൊലപാതക കേസിൽ ഇവിടേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടുകാർ വലിയ ഒരു ആകാംക്ഷയിലാണ് ഇവിടെ നോക്കി നിൽക്കുന്നത്. കാരണം അത്തരത്തിലൊരു പാവത്താൻ മട്ടിൽ ഇവിടെയെല്ലാം കറങ്ങി നടന്ന സെബാസ്റ്റ്യനാണ് ഇപ്പോൾ കൊലക്കേസിൽ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ വീട് നേരത്തെ തന്നെ ദുരൂഹതയുള്ള വീട് തന്നെയായിരുന്നു. നാട്ടുകാർക്കൊന്നും വലിയ അഭിപ്രായമുള്ള വ്യക്തിയുമല്ല സെബാസ്റ്റ്യൻ. കാരണം ഇയാളുടെ സ്ത്രീ വിഷയങ്ങളൊക്കെയും ഈ നാട്ടുകാർക്ക് അറിയാവുന്നതാണ്. പക്ഷേ സ്വകാര്യ ജീവിതത്തിൽ ഇടപെടേണ്ട എന്ന് കരുതി ആരും ഇടപെട്ടില്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കേട്ടതാണ്. അതിനൊപ്പം പല കാര്യങ്ങളും ആളുകൾ ആ സമയത്തൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ ഇവിടെ കനത്ത പുക ഉയരുന്നത് കണ്ട അയൽവാസിയും സഹപാഠിയുമായ ഹരിദാസ് കഴിഞ്ഞ ദിവസം ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ അവർ വിചാരിച്ചത് ഇത്രയും വലിയ പുരയിടമാണ്, കരിയില കത്തിക്കുന്നതാകും എന്നുള്ളതാണ് അവരൊക്കെയും ആ ഘട്ടത്തിൽ പ്രതീക്ഷിച്ചത്. പക്ഷേ ഇപ്പോഴാണ് ഇതൊക്കെയും മറനീക്കി പുറത്തു വന്നപ്പോഴാണ് അവർക്കും സംശയമുള്ളത്. ഇത് ഏതെങ്കിലും മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കൂട്ടിയിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചതാണോ എന്നുള്ള സംശയമൊക്കെ ഉണ്ട്. കാരണം സാധാരണ കരിയില കത്തിച്ചാൽ ഉയരുന്ന പുകയല്ല അന്ന് കണ്ടത് എന്നുള്ള സംശയം അവർക്ക് ഇപ്പോഴുണ്ട്. അതിനൊപ്പം ഒരു സ്ത്രീയെ 2 ദിവസത്തോളം ഇവിടെ പാർപ്പിച്ചതും അതിനൊപ്പം അവരുടെ ബഹളമൊക്കെയും അവരുടെ വാതിലടിച്ച് ബഹളം ഉണ്ടാക്കിയതൊക്കെയും കേട്ട അയൽവാസിയുണ്ട്. അങ്ങനെ വലിയ ദുരൂഹതയും ആരോപണങ്ങളും ഒക്കെയും ഇപ്പോൾ ചോദ്യചിഹ്നമായി നിൽക്കുന്നു. അതിന്റെ കുരുക്കഴിക്കാൻ, അതിന്റെ ചിത്രം വ്യക്തമാക്കാനാണ് ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സംഘം ഇവിടേക്ക് സെബാസ്റ്റ്യനുമായി തന്നെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ കാട് വെട്ടിത്തെളിക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. എന്തായാലും അത് സെബാസ്റ്റ്യൻ ചൂണ്ടിക്കൊടുത്ത ഇടമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. കൃത്യമായ ഇടങ്ങളിലാണ് ഈ പരിശോധന ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. കാട് വെട്ടിത്തെളിച്ച് അവിടെ ഇപ്പോൾ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മണ്ണുമാറ്റി പരിശോധിക്കും. ഏതെങ്കിലും തരത്തിൽ എല്ലിൻ കഷ്ണങ്ങളോ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് കൃത്യമായി തന്നെ ശേഖരിച്ചു മാറ്റുകയും ചെയ്യും. അതിനുശേഷമാകും ആരുടേതാണ് എന്ന കാര്യത്തിൽ DNA പരിശോധനാ ഫലം അടക്കം നോക്കുക. ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അധികൃതരടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ജയനമ്മ കൊലപാതകം പ്രതി സെബാസ്റ്റ്യനെ ചേർത്തല പള്ളിപ്പുറത്ത് വീട്ടിലെത്തിച്ചുള്ള തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. വിവിധയിടങ്ങളിൽ കുഴിയെടുത്തുള്ള പരിശോധനകൾ അടക്കം പുരോഗമിക്കുകയാണ്. തെളിവെടുപ്പ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സെബാസ്റ്റ്യനെ അവിടെ എത്തിച്ച് ഓരോ ഇടങ്ങളിലും എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തുന്നത്. അനുരാഗാണ് വിവരങ്ങൾ നൽകിയത്.